എന്താ പേര്? വീട്ടിൽ വിളിക്കുന്നവരാണ് ശ്രീകുട്ടി. യഥാർത്ഥ പേര് പിന്നെ പറയാം. സൂപ്പറാണ്, കിഡിലോ, കിടക്ക് തിമിർത്ത് കാലക്ക്. പക്ഷെ വാങ്ങരുത്. എനിക്ക് കരച്ചില് ആരെയാണ് കണ്ട് കുടിയാണ്. പിന്നെ പോകെ പോകെ നമുക്ക് കുറച്ച് സംസാരങ്ങളൊക്കെ ആയിട്ട് ഒരു 4 പുറത്ത് വാങ്ങിച്ചതിനാണ് ഇത്രയും ബിൽഡപ്പ്. അടങ്കപ്പാ ഇത് ഉലക നടിപ്പുടാ സാമി. നീ കൊള്ളാമല്ലോടി പെണ്ണേ. ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പുറത്തിരിക്കുകയാണ്. നമ്മുടെ മറ്റേ ബാക്ക്ഗ്രൗണ്ട് ഇട്ടിട്ട് നമ്മൾ പുറത്തോട്ടിരുന്ന് കുറച്ച് വെളിച്ചമൊക്കെ കിട്ടുന്നിടത്തോട്ടിരിക്കുകയാണ്. കാണാൻ പറ്റുമോ ഇതൊന്നും അറിഞ്ഞുകൂടാ. നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ. അപ്പോൾ ഇതിൻ്റെ ശബ്ദം കൂടുതൽ ഇതിൽ കേൾക്കുന്നുണ്ടോയെന്ന് അറിയാനില്ല. നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇതിൽ ഇങ്ങനെയുള്ള ഇതൊക്കെ ഒഴിവാക്കിയിട്ട് വരാം. ഞാൻ ആദ്യമായിട്ട് കാണുന്നവരായിരിക്കും കുറേ പേര്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ പേര് ശ്രീകുട്ടി. വീട്ടിൽ വിളിക്കുന്നവരാണ് ശ്രീകുട്ടി. യഥാർത്ഥ പേര് പിന്നെ പറയാം. അപ്പോൾ നമ്മളുടെ വീഡിയോ ഇന്ന് എന്താണെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും കുറച്ച് കുർത്തികൾ ഞാൻ വാങ്ങിച്ചത്. കുർത്തി എന്ന് മീൻസ് ഷോർട്ട് കുർത്തീസില്ലേ, ഷോർട്ട് കുർത്തീസ് വാങ്ങിച്ചു വെച്ചിട്ട് പാൻ്റ് ഒന്നും ഇല്ലാത്ത നമ്മളെ കോളേജ് വെയർ ആയിട്ടുള്ള നമ്മൾ എവിടെ പോയാലും ഇപ്പോൾ ഇടാലോ ട്രെൻഡിങ് ആയിട്ടിരിക്കുന്ന കുറച്ച് കുർത്തികളുണ്ട്. അതാണ് കാണിക്കാൻ പോകുന്നത്. നമ്മളെ ഓക്സിഡൈസ്ഡ് ജ്വല്ലേഴ്സിൻ്റെ കൂടെ ഇടാൻ പറ്റിയ ഓക്സിഡൈസ്ഡ് ജ്വല്ലറി അല്ലേ ഇപ്പം ട്രെൻഡിങ്. അപ്പോൾ അതിൻ്റെ കൂടെ ഇടാൻ പറ്റിയ കുറച്ച് നല്ല ക്യൂട്ടായിട്ടുള്ള കുറച്ച് ടോപ്സ്. അപ്പോൾ എന്തായാലും ഒട്ടും മേടിക്കേണ്ട പോയാലോ. അപ്പോൾ നമ്മളെ വീഡിയോസിൽ മുമ്പെയുള്ള വീഡിയോസിൽ ലൈക്ക് ചെയ്യുന്നതിനും കമൻറ്റ് ചെയ്യുന്നതിനും എല്ലാത്തിനും താങ്ക് യു. അപ്പോൾ എന്തെങ്കിലും കുറവും ഉണ്ടെങ്കിൽ പോസിറ്റീവ് പറയുന്ന കണക്കിന് നെഗറ്റീവും പറയുക. അപ്പോൾ എന്തെങ്കിലുമൊക്കെ മാറ്റം ഉണ്ടെങ്കിൽ പറയുക. നിങ്ങളെ സജഷൻസ് കാണുമ്പോൾ വീണ്ടും വീഡിയോസ് ചെയ്യാൻ തോന്നും. ലെങ്തി വീഡിയോ ചെയ്യാൻ എത്രയെന്ന് പറഞ്ഞാലും ഇതിരുന്ന് വീഡിയോ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്തൊക്കെ വരുമ്പോഴേക്കും ഭയങ്കര മാറ്റം. അതുകൊണ്ടാണ് ലെങ്തി വീഡിയോ ഇടാത്തത്. മിക്കവാറുള്ളവർക്ക് ലെങ്തി വീഡിയോ ആണ് ഉദ്ദേശിച്ചത്. ഷോർട്ട് വീഡിയോസ് കാണുന്നവരും കുറവാണ് കേട്ടോ കാരണം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കുറവുകളുണ്ടെങ്കിൽ പറയാം. അപ്പം നമുക്ക് ഈ ഇൻട്രോ എടുത്തത് മതിയായില്ലെങ്കിൽ ഞാൻ വീണ്ടും ഇൻട്രോ എടുത്തുകൊണ്ടിരിക്കുക. അതാണ് പ്രശ്നം. നമുക്ക് ഒട്ടും വൈകേണ്ട നമ്മുടെ കുർത്തീസിലോട്ട് പോകാം. ഞാൻ 4-5 കുർത്തീസേ വാങ്ങിച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ കുറച്ച് വില കയറ്റി വില കുറച്ച് എടുക്കാം. നിങ്ങളെ സജഷൻസ് എങ്ങനെയാണോ അതിനനുസരിച്ച്. നമുക്ക് ഒട്ടും വൈകേണ്ട. ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. നമുക്ക് വീഡിയോയിലിട്ടു. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ കാണിക്കാൻ പോകുന്നതെന്ന് പറയുന്നത് ഞാൻ ഇട്ട് നോക്കി ആദ്യമേ തന്നെ കളർ കണ്ട് എടുത്ത ഒരു സാധനമാണ്. കളർ കണ്ട് എടുത്ത സാധനം തന്നെ നമ്മൾ പണിതെന്ന് തന്നെ പറയാം. എക്സാക്ട്ലി അത് പണി തന്നെ കിട്ടി. ഞാൻ വാങ്ങിച്ച് ഇട്ട് നോക്കി, ഞാൻ കഴുകി എല്ലാം ചെയ്തിട്ട് ഫെയിലിയർ ആയിട്ടുള്ള ഒരു സാധനമാണ് കാണിക്കാൻ പോകുന്നത്. നിങ്ങൾ വിചാരിക്കും എപ്പോഴും ഞാൻ കഴുകാതെ വാങ്ങിച്ച ഉടനെ ഇട്ട് കാണിച്ചാൽ എങ്ങനെ അറിയാൻ പറ്റുന്നത്. ഞാൻ കഴുകി തേച്ച് 2-3 വട്ടം ഇട്ടിട്ടാണ്. ടോട്ടലി അതൊരു ഡിസപ്പോയിന്റ് ആയിട്ടുള്ളൊരു കുർത്തിയാണ് ആദ്യമേ കാണിക്കാൻ പോകുന്നത്. ഞാൻ സൈഡിൽ ഞാൻ ഇട്ടതിൻ്റെ കാണിക്കുമ്പോൾ കുറച്ചും കൂടെ മനസ്സിലാവും. ഇതാണ്. അപ്പോൾ നമ്മൾ ഇഷ്ടപ്പെട്ട് വാങ്ങിച്ച സാധനമാണ്. നമ്മളുടെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇത് വർക്കൊന്നുമല്ല കേട്ടോ, ത്രെഡ് വർക്കൊന്നുമല്ല. നമ്മൾ ഇതിൽ കാണിക്കാൻ വിചാരിക്കും ത്രെഡ് വർക്ക് ആണെന്ന്. ത്രെഡ് വർക്ക് ഒന്നുമല്ല. ഞാൻ എടുത്തത് ലാർജ് ആണ്. എനിക്ക് അത് തന്നെ മതി. ഇത് വന്നിട്ട് 459 റേഞ്ച് വന്നിട്ട്. ആരും വാങ്ങരുത്, പണി പാളും. അപ്പോൾ ഇതിൽ കണ്ടാൽ തോന്നും ഇത് കണ്ടാൽ തോന്നും ഭയങ്കര എന്തോ നല്ലതാണ്, സിൽക്ക് കണക്കാണ് ഉദ്ദേശിച്ചത്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല. എനിക്കിത് എക്സാക്ട് പോളിസ്റ്റർ കണക്കാ തോന്നുന്നത്. അകത്ത് ഇങ്ങനെ ഒരു വെള്ളയായിരുന്നു. പക്ഷെ ഭയങ്കര ഫൗള് സ്മെല്ലാണ് കേട്ടോ. നമ്മൾ കുളിക്കാത്തോണ്ടാന്നാരും പറയരുത്. കുളിക്കാത്തോണ്ടെന്നല്ല, ഞാൻ കുളിച്ച് വൃത്തിയായി സ്പ്രേയും അടിച്ചോണ്ടാണ് പോയത്. എന്നിട്ട് വേറെ ഇതിനകത്ത് ഇതേ ആ ഒരു സ്മെല്ല് നമുക്ക് ഒരുമാതിരി ഫീൽ ചെയ്യാറുണ്ട്. ഇത് കണക്ക് ഞാൻ വേറെ എവിടെ വാങ്ങിച്ചത് ഇതേ കണക്കിന് മെറ്റീരിയൽ വാങ്ങിച്ചത്. അത് വെളിയിൽ നിന്നാണ് വാങ്ങിച്ചത്. പക്ഷെ ഇത് റിട്ടേൺ ചെയ്യാനുള്ള സമയം കഴിഞ്ഞോണ്ട് അല്ലെങ്കിൽ ഞാൻ റിട്ടേൺ ചെയ്തേനെ. ഞാൻ പറയുകയാണെങ്കിൽ ഇത് വാങ്ങിക്കാതിരിക്കുന്ന ബെസ്റ്റ്. പക്ഷെ ഇതിന്റെ ഫ്രണ്ടിൽ ഇതിന്റെ ഡിസൈൻ കണ്ടാണ് കേട്ടോ വാങ്ങിച്ചത്. ബാക്കിലും ഇതേ കണക്ക് ഫുൾ ഫ്ലവറും എന്താ ഇങ്ങനെ വരുന്നത്. താഴെയും ആ ഡിസൈനുണ്ട്. ഞാൻ ഇട്ട് കാണിച്ചു തരാം. ഇതിനെപ്പറ്റി ഇത്രയേ ഉള്ളൂ പറയാൻ. കാര്യം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. നമ്മൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാലല്ലേ നിങ്ങൾക്ക് അത് സജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇനി അടുത്തേന്ന് പറയുന്നത് ഞാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചൊരു ഐറ്റം ആണ്. കളർ ഇഷ്ടപ്പെട്ടു. മസ്റ്റേർഡ് എല്ലാം ആണ് കേട്ടോ. ഇത് ഫുൾ ഈ ബോഡി ഈ ദേഹത്തും കയ്യിലും എല്ലാം ആ ഒരു ഡിസൈനാണ്. പിന്നെ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഒരു 4th സ്ലീവിൽ തന്നെ ഇവിടെ ഇങ്ങനെ ഒരു മടക്കി നമ്മളെ ഷർട്ട് മടക്കുന്ന കണക്ക് മടക്കി ഇങ്ങനെ എന്നിട്ട് ഇവിടെ ഒരു ബട്ടൺസ് കൊടുക്കുന്നുണ്ട്. അതാണ് ഇത് 3/4 സ്ലീവ്. ഇവിടെ ഇങ്ങനെ മാങ്ങാപ്പിഞ്ചിനാണ്. മാങ്ങാപ്പിഞ്ച് നല്ല ഭംഗിയുണ്ട് ഡിസൈൻ കാണാൻ വേണ്ടിയിട്ട്.
എന്ന് പറയുകയാണെങ്കിൽ ഇത് 100% കോട്ടൺ ആണ്. കോട്ടൺ തന്നെയാണ്, കഴുകിയ സ്ട്രിങ്ക് ചെയ്യുന്ന മെറ്റീരിയൽ അല്ല, നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ്. ഇതിനൊക്കെ വില 799 രൂപയാണ് കൊടുത്തേക്കുന്നത്. പക്ഷെ 199 മാക്സിമം ഞാൻ വെയിറ്റ് 400 അണ്ടറിലാണ് വാങ്ങിക്കാൻ സാധിച്ചത്. പിന്നെ ആമസോൺ ആയതുകൊണ്ട് ചിലപ്പോൾ അവൻ കയറി പോകും. അപ്പോൾ ഇത് വന്നിട്ട് സ്ക്രീൻ പ്രിന്റ് ആണ് കേട്ടോ. അതിൽ ഇതിനകത്ത് ഈ കൊടുത്തിരിക്കുന്നത് അതാണ് സ്ക്രീൻ പ്രിന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് പാർട്ടി വെയറും എല്ലാം ആണ്. ഇത് പാവാടയിലൂടെ, ഈ കളർ ആണെങ്കിൽ പാവാടയിലൂടെ വെയർ ചെയ്യാം, അല്ലെങ്കിൽ ജീൻസിലൂടെ വെയർ ചെയ്യാം. ഒരു നീല ജീൻസോ കാഷ്വൽ ഫിറ്റിനൂടെ എല്ലാം ഒരുവിധം പോകുന്നത്. കോളർ വന്നിട്ട് ഒരു ഇതാണ് കേട്ടോ, കോളർ ടൈപ്പ് ജുബയുടെ ഒക്കെ കോളർ വരത്തില്ല, അത് കണക്കൊരു കോളർ ടൈപ്പാണ്. താഴെ ഇവിടെ ഇങ്ങനെ 3 സ്റ്റിപ്പ് ഉണ്ട്. ഇത് ഓപ്പൺ ആണ്, ഇത് ഫുൾ ഓപ്പൺ ആണ് കേട്ടോ. ഇത് ഇവിടം വരെ ഓപ്പൺ ആണ്. ഒരുപാടൊന്നും നമ്മളെ ചെസ്റ്റിന്റെ ഇവിടം വരെ കാണും. അത് പക്ഷെ അത്ര അറിയാനൊന്നും പറ്റത്തില്ല കേട്ടോ. നമ്മളെ ഇന്നർ ഇടണമെന്നാണെങ്കിൽ അറിയാൻ പറ്റില്ല. ഇന്നർ ഇടണമെന്നാണ് തോന്നുന്നത്, കാര്യം സീ ത്രൂ ആണ് ഇന്നർ ഇടണം. മെഷീൻ വാഷ് അല്ല, കൈ വാഷാണ്. നമ്മളെ കൈ തന്നെ നമ്മളെ മെഷീൻ. അപ്പോൾ ഇത് ഒരുവിധം ഇതൊന്നും അത്ര തോന്നുന്നൊരു പ്രിന്റായിട്ട് തോന്നുന്നില്ല, ഇച്ചിരി ക്വാളിറ്റി ഉള്ള പ്രിന്റായിട്ട് തോന്നുന്നു. പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇട്ട് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഭംഗിയുണ്ടെന്ന് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ സംഭവം എന്തായാലും മറ്റേതിൻ്റെ കണക്ക് അബദ്ധം പറ്റിയിട്ടില്ലെന്ന് തോന്നുന്നു. ഇട്ട് നോക്കാം നമുക്ക്. പിന്നെ ഇത് ഞാൻ എടുത്തേക്കുന്ന ഫിറ്റ് വന്നിട്ട് എക്സൽ വാങ്ങിച്ചെന്ന് പറഞ്ഞാൽ കോട്ടൺ ആയതുകൊണ്ട് ചിലപ്പോൾ ഒന്ന് സ്ട്രിങ്ക് ചെയ്യാൻ, ഒന്ന് ചെറുതായിട്ടൊന്ന് സ്ട്രിങ്ക് ചെയ്യും, കോട്ടൺ ആണെങ്കിൽ പോലും. അപ്പോൾ അതുകൊണ്ടാണ് എക്സൽ എടുത്തത്, ലാർജ് എടുത്തില്ല. കാര്യം ജീൻസിലൂടെ ഇടാനാണെങ്കിൽ എനിക്ക് ഇത്തിരി ലൂസ് ഫിറ്റ് ആണ് കൂടുതലും കംഫർട്ട്, അതുകൊണ്ട് ഞാൻ അതാണ് എടുത്തത്. അടുത്ത വന്നിട്ട് റെഡ് ചില്ലി റെഡ് ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ അതൊന്നും അല്ല, ഇതില് റെഡ് ആണ് വരുന്നത്. റെഡ് സ്ട്രൈപ്പർ എന്നാണ് ഇതിൽ കൊടുത്തേക്കുന്നത്. നമ്മളെ ചില്ലി റെഡ് എന്ന് പറഞ്ഞ് തൽക്കാലം ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എനിക്കിത് ഫിറ്റ് ആവാൻ സാധ്യതയില്ല. കാര്യം ഇതിന് എനിക്ക് ഡേറ്റ് അതായത് നമ്മളെ ഇത് തുറന്നു നോക്കേണ്ട ഡേറ്റ് വരെ കഴിഞ്ഞു പോയതുകൊണ്ട് ഇത് നമുക്ക് റിട്ടേൺ അടിക്കാനും പറ്റത്തില്ല, നമുക്ക് റീപ്ലേസ് ചെയ്യാനോ ഒന്നും പറ്റത്തില്ല. കാര്യം ഡേറ്റ് കഴിഞ്ഞ സ്ട്രൈപ്പറാണ് കേട്ടോ, ഫുൾ സ്ട്രൈപ്പറാണ്. ഇങ്ങനെ ഡിസൈൻ ആയിരുന്നു, ഫുൾ ബോഡി ഫുൾ. പിന്നെ ഇവിടെ മാത്രം ഈ നേരെ പോകുന്ന സാധനത്തിനെ എടുത്ത് ഇങ്ങനെ കുറുകെ വെച്ചു കണ്ടോ. അത് നല്ല പട്ട എന്നുള്ള രീതിയിൽ, നല്ല കട്ടിയുള്ള പട്ട എന്നുള്ള രീതിയിൽ. ബാക്കിലും അതാണ് തന്നെ ഡിസൈൻ. പിന്നെ കയ്യിൽ വരുവാണെങ്കിൽ 3/4 സ്ലീവ് തന്നെയാണ്, റെഗുലർ ഫിറ്റ് ആയിട്ടോ നമ്മളെ ജീൻസിൻ്റെ കൂടെ ഒക്കെ വെയർ ചെയ്യാൻ പറ്റും. ഇതും ഒരു കോളർ ടൈപ്പാണ്. ഞാൻ കൂടുതൽ ഇതിൽ കോളർ ടൈപ്പാണ് കേട്ടോ. ഇതിന് പിന്നെ ഒരു ഇതെന്ന് പറയുന്നത് കുറച്ചും കൂടെ ബട്ടൺസ് ഉണ്ട് ഉണ്ടോ. ഇവിടെ ഓപ്പൺ അല്ല കേട്ടോ, ഇത് ഓപ്പൺ അല്ല, കോളർ ഫിറ്റ് ആണ്. അപ്പോൾ ഇതിൽ പറഞ്ഞേക്കുന്ന വില 699 സംതിങ് ആണ്. നമ്മൾ വാങ്ങിച്ച വില 429 ആണ് കേട്ടോ. ഇതിൽ വില വന്നിട്ട് ഇതിൽ XXL 4XL വരെ ഉണ്ടായിരുന്നു. എൻ്റെ അഹങ്കാരം ഞാൻ ഇത് വീഡിയോ എടുത്തത്. എനിക്കിത് പരുവായില്ലെങ്കിൽ പാടാണ്, നോക്കണം പരുവാകുന്നു. ഇതിന് കണക്ക് തന്നെ വേസ്റ്റ് ലെങ്ത് ഉണ്ട്, 3/4 സ്ലീവ്സ് ആണ്. മെഷീൻ വാഷ് ആണോ എന്ന് വെച്ചാൽ മെഷീൻ വാഷ് ആണ്. സ്ട്രിങ്ക് ആവുമെന്ന് വെച്ചാൽ ചെറുതായിട്ടൊന്ന് സ്ട്രിങ്ക് ആവുകയാണെങ്കിലും കോട്ടൺ ആയതുകൊണ്ട് കുഴപ്പമില്ല. ഇവിടെ ഇങ്ങനെ ഓരോ സ്ട്രൈപ്പില്ലേ അങ്ങനെ വരുന്നുണ്ട്. ചെറിയൊരു ഡിസൈൻ ആ കഴുത്തിൻ്റെ അവിടെ ഫുൾ ഇവിടെ വരെയും കൊടുത്തിട്ടുണ്ട്. ഈ കഴുത്തിൻ്റെ ഇവിടെ ഇങ്ങനെ ഞൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ ഡിസൈൻ. അപ്പോൾ അടുത്ത വന്നിട്ട് നമ്മളൊരു ഗ്രീൻ കളറാണ് കാണിക്കാൻ പോകുന്നത്. അംബ്രല ടൈപ്പിൽ ക്രോപ്പായിട്ട് വരുന്നൊരു ഡിസൈനാണ്. ഇത് വന്നിട്ട് യാഷ് ഗാലറി വുമൺസിൻ്റെ പോളിസ്റ്റർ ഫ്ലോറൽ പ്ലേസ്മെന്റ് പ്രിന്റഡ് കുർത്തയാണ്. A-ലൈൻ കുർത്തയാണ്, A-ലൈൻ ഷോർട്ട് കുർത്തയാണ്. ഒന്ന് ബ്ലൂ ഉണ്ട്, ബ്ലൂ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ, അന്നേരം ഞാൻ ശ്രദ്ധിച്ചില്ല. പിന്നെ ഒരു റെഡ് ഉണ്ട്, റെഡ് ഓറഞ്ച്, പിന്നെ ഒരു ഗ്രീൻ ഉണ്ട്. ഞാൻ ഗ്രീനാണ് എടുത്തത്. ബ്ലൂവും കുഴപ്പമൊന്നുമില്ല, നിങ്ങളുടെ ഇഷ്ടമാണ്. ഇതിൽ 5XL വരെ ഉണ്ട് കേട്ടോ, 5XL വരെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ വില വന്നിട്ട് 500 താഴെയാണ്. ഇത് കാണിക്കുന്ന എല്ലാം 500 താഴെ ഉള്ളതാണ്. ഇത് 489 രൂപയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇത് പറയണമെങ്കിൽ പോളിസ്റ്റർ മെറ്റീരിയലാണ്. അത് എത്രമാത്രം ഇതാവുന്നുണ്ട്. പക്ഷെ എന്നാലും സിൽക്ക് പോളിസ്റ്റർ കണക്കിരിക്കുന്നത്. മറ്റേത് പോളിസ്റ്റർ എഴുതിയില്ലെങ്കിൽ അത് പോളിസ്റ്റർ ആയിരുന്നു, പക്ഷെ ഇതൊരു സിൽക്ക് പോളിസ്റ്റർ കണക്കിരിക്കുന്നത്. ഇട്ട് നോക്കാം നമുക്ക്. പിന്നെ ഇത് ഒരു കീഹോൾ നെക്കാണ്. കീഹോൾ നെക്ക് എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലാവാം. നമ്മളെ ഈ കോളർ കണക്ക് തന്നെ വന്നിട്ട് ഇവിടെ ഒരു കെട്ട് വന്നിട്ട് ഇവിടെ ഇങ്ങനെ വി നെക്ക് കണക്ക് ഇതാ ഇവിടെ ഇങ്ങനെ വി നെക്ക് കൊടുത്തിട്ടുണ്ട്. ഞാൻ സൈഡിൽ ഫോട്ടോ ആണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. ഇത് വന്നിട്ട് ഞാൻ എടുത്തത് ലാർജ് ആണ് കേട്ടോ. മീഡിയം എടുത്താലും എനിക്ക് കറക്റ്റ് ആണ്, കാര്യം അംബ്രല മോഡലായതുകൊണ്ട് ചെറിയൊരു സൈസ് എടുത്താലും അത് ഇച്ചിരി വിടർന്ന് കിടക്കുന്നുണ്ട്, അത് ഓക്കെ ആയിട്ട് കിട്ടുമ്പോഴും.
അപ്പോൾ ഇത് ഫ്ലോറൽ ആയിട്ടുള്ള വേസ്റ്റ് ലെങ്ത് വരെയുള്ള ഒരു ഫ്ലോറൽ ടോപ്പാണ്. അപ്പോൾ ഇതിന്റെ ഒരു പ്രത്യേകത ഞാൻ കണ്ടിരുന്നുണ്ട്, ഇത് സിൽക്കാണ്. തൊട്ട് നോക്കുകയാണെങ്കിൽ ഒരു സിൽക്ക് മെറ്റീരിയൽ ആണ്. 3/4 വന്നിട്ട് ഇതിൽ ഫുൾ ഒരു 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 ഫ്ലോറൽ ഡിസൈൻ, അത് കൊള്ളാം. ഇവിടെ വന്നിട്ട് ഒരു ലൈറ്റ് ഗ്രീനും ഇവിടെ വന്നിട്ടൊരു ഗ്രീൻ എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു സ്കൈ ബ്ലൂ എന്ന് വേണമെങ്കിൽ പറയാം. സ്കൈ ബ്ലൂവിൽ ഒരു ഗ്രീനും കൂടെ വരുന്നത്. അപ്പൊ ഇതിന്റെ വില വന്നിട്ട് 2299. ചുമ്മാ തള്ള്, നമ്മൾ തെള്ളി വെക്കുക എന്നിട്ട് വില കുറച്ച് വെക്കുക, അതൊക്കെ തന്നെ നടക്കുന്നത്. 4 എണ്ണമാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നത്. അപ്പോൾ ഇതിൽ 4 എണ്ണത്തിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടോ? എൻ്റെ കളക്ഷൻ അല്ലെങ്കിൽ ഞാൻ ചൂസ് ചെയ്യുന്ന കളക്ഷൻ നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് അറിയാം. ആമസോൺ അത്ര പിടിക്കത്തില്ല, അപ്പോൾ എനിക്ക് അത്ര പിടിക്കത്തില്ല. പിന്നെ എപ്പോഴും മീഷോ കാണിച്ചുകൊണ്ടിരുന്ന എപ്പോഴും ഒരു ബോറടി ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് ആമസോൺ, ഇടയ്ക്ക് ഫ്ലിപ്കാർട്ട് അങ്ങനെയൊക്കെ വരുന്നത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടില്ലേ? നിങ്ങൾ ആരെങ്കിലും ഇത് വാങ്ങിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഒരെണ്ണം ഇത് എങ്ങനെയുണ്ട്? എൻ്റെ അതേ അനുഭവം വന്നിട്ടുണ്ടോ? പിന്നെന്താ അടുത്ത എന്ത് വീഡിയോ വേണം? മീഷോ വേണോ? മീഷോയുടെ കുർത്തി വേണോ? ഇനി കണ്ടന്റ് ഒന്നും വേണ്ടെന്നാണെങ്കിൽ കമന്റ് ചെയ്യണ്ട. വീഡിയോ ചെയ്യാൻ നിങ്ങളാണ് എൻ്റെ പ്രചോദനം. ഞാൻ എപ്പോഴും പറയുന്നത്, നമുക്ക് എൻ്റെ പ്രചോദനം നിങ്ങളാണ്. നിങ്ങളുടെ ഓരോ കമന്റ്സും കാണുമ്പോഴത്തേക്കും. അപ്പോൾ ബൈ നമ്മൾ എന്താ പറഞ്ഞത്, അതിൻ്റെ ഇടയ്ക്കൂടെ എനിക്കൊരു ബ്രേക്ക് വന്നു ഗൈസ്. പറഞ്ഞതെല്ലാം നിങ്ങൾ വിട്ടുപോയി. ഇനി ആ റിലേ വരണമെങ്കിൽ ഇച്ചിരി സമയം എടുക്കും, അതുവരെ നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൊന്ന് ചായ ഇടാൻ പോയി. നിങ്ങൾ എന്തെങ്കിലും അറിയുമോ? ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ ഞാൻ ചായ ഇടാൻ പോകുന്നു. പിന്നെ നീ എന്തിനാ ഇത്ര കഷ്ടപ്പെട്ട് വീഡിയോ നിന്നല്ലേ? ഈ ക്യാമറയുടെ ഫ്രണ്ട് വരുമ്പോൾ എന്താണ് അവിടെ എന്തൊരു വിഷമമാണെങ്കിലും നമ്മളുടെ എന്തൊരു മൂഡാണെങ്കിലും അത് പെട്ടെന്ന് അങ്ങോട്ട് ട്വിസ്റ്റ് ആവും. എന്താണെന്നുകൊണ്ട് ഈ ഒരു വെട്ടവും കണ്ണടിച്ചത്, ഈ ഒരു വെട്ടവും ഈ ഒരു ക്യാമറയുടെ ഫ്രണ്ട് വരുമ്പോൾ നമ്മളുടെ ഒരുവിധമുള്ള കാര്യങ്ങളെല്ലാം ഇല്ല ക്ലോസറ്റ് ഇട്ട് ഫ്ലഷ് അടിക്കുന്ന കണക്ക് ഫ്ലഷ് ഔട്ട് ആയി പോകും. അപ്പോൾ എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, നിങ്ങളുടെ ആയിട്ടുള്ളൊരു ഇൻട്രാക്ഷൻ കൊണ്ടായിരിക്കാം ചിലപ്പോൾ. ഒറ്റ തള്ള അങ്ങനെയല്ല ഗൈസ്. കാര്യമായിട്ടും എനിക്കിപ്പോൾ ഈ വീഡിയോസ് ചെയ്യുമ്പോഴത്തേക്കുള്ളൊരു പ്രചോദനം, ഒത്തിരി പേരോട് സംസാരിക്കാം, അല്ലെങ്കിൽ അവർ എന്തെങ്കിലും തിരിച്ച് റിപ്ലൈ തരും. ചീത്തവിളിയായിട്ടല്ല, അല്ലെങ്കിൽ നല്ല എന്തെങ്കിലും പോസിറ്റീവ് റിപ്ലൈ തരും എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം. പോസിറ്റീവ് മാത്രം പ്രതീക്ഷിച്ചില്ല, നെഗറ്റീവ് ആണെങ്കിലും അതൊരു സന്തോഷം തന്നെ. ഒരാളെ നെഗറ്റീവ് പറയുന്നെങ്കിലും അങ്ങനെ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൂടെ പോയി അതെല്ലാം ചെയ്തിട്ട് ഓടി വന്നൊരു വീഡിയോ ചെയ്യുന്നത് എന്തെന്നില്ലാത്തൊരു സുഖം. അപ്പം നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നൊരു പ്രചോദനം തന്നെ അതാണ്, നിങ്ങളായിട്ടൊരു ഇൻട്രാക്ഷൻ. അപ്പം ഞാനിപ്പം ചായ ഇട്ടിട്ട് ഓടി വന്നപ്പോൾ ഞാൻ പിന്നെ ഞാൻ വിളിക്കാം, എന്നാലും വേണ്ടില്ല, 10 ആളോടെ സംസാരിക്കല, ഇങ്ങനെ ഒരു മാർഗ്ഗമല്ലേ കിട്ടുന്നുള്ളത്. എൻ്റെ പ്രചോദനം നിങ്ങളാണ്. നിങ്ങളുടെ ഓരോ കമൻസും കാണുമ്പോഴത്തേക്ക് എനിക്ക് ഇങ്ങനെ ഒരിതാണ്. പിന്നെ കുറച്ച് നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ചാണ് നമ്മൾ വീഡിയോസ് ഇച്ചിരി കുറച്ചത്. ഇച്ചിരി കുറച്ചെന്നല്ല, മൊത്തത്തിലൊരു സ്റ്റോപ്പായ രീതിയിലായിരുന്നു. കുറച്ച് കാര്യങ്ങൾ ഫാമിലി ഇതൊക്കെ കൊണ്ടാണ് നമ്മൾ വീഡിയോസ് ചെയ്യണമെന്ന് എപ്പോഴും ആഗ്രഹമുണ്ട്. പക്ഷേ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം വീഡിയോ ചെയ്യാറില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ മടി എന്ന് പറയുന്നത്, നിങ്ങളുടെ ഫ്രണ്ടിൽ വരുമ്പോൾ മീറ്റ് ചെയ്യുന്ന അതേ കോലത്തിൽ ഇറങ്ങി വന്ന് ഇങ്ങനെ ഇരുന്നൊരു വീഡിയോ ചെയ്യാൻ പറ്റില്ല. നമ്മളിപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇട്ട കോലത്തിൽ മാക്സി ഇട്ടോ നമ്മളെ തലയൊന്ന് വാരിക്കെട്ടി എങ്ങനെയെങ്കിലുമൊക്കെ വരാം. നമ്മളിത് കണക്കൊരു കുർത്തി വരുമ്പോൾ അത് കണക്കുള്ള വേഷവിധാനത്തിലല്ലേ നമുക്ക് വന്ന് ഇങ്ങനെ ക്യാമറയുടെ ഫ്രണ്ട് ഇരിക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു ഇതും കൂടെ ഉണ്ട്. ഇച്ചിരി ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട്, ഇച്ചിരി കുട്ടിയൊക്കെ ഇട്ട്, ഇച്ചിരി കമ്മലൊക്കെ ഇട്ട്, ഇച്ചിരി വളയൊക്കെ ഇട്ട് അങ്ങനെയൊക്കെ വരുന്നതുകൊണ്ടാണ് ഈ ഒരു കൈൻഡ് ഓഫ് വീഡിയോ എഡിറ്റ് ചെയ്യാനും എല്ലാം ഉള്ളൊരു മടി കൊണ്ടാണ് ഇത്ര ലാഗാവുന്നത്. ഞാൻ ഇതൊക്കെ എന്തിനാ പറയാൻ നിങ്ങൾക്ക് തോന്നും, നിന്റെ ഒന്നും വീഡിയോ ആരും പ്രതീക്ഷിക്കുന്നില്ലല്ലോ എന്നൊക്കെ ചിലർക്ക് തോന്നും. എന്താ പറയാന്, അപ്പോൾ അതൊക്കെ പോട്ടെ, എല്ലാം മാറ്റമൊക്കെ. അപ്പോൾ ഒരു കമന്റ് എനിക്ക് ഭയങ്കര വാല്യുബിൾ ആണ്. ജം അങ്ങനെ വേണമെങ്കിൽ പറയാം. അപ്പോൾ നിങ്ങൾ ഇനിയും കമന്റ് ചെയ്യുക. നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ്, പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ്, നല്ലതാണെങ്കിൽ നല്ലത്, ചീത്തയാണെങ്കിൽ ചീത്ത, അല്ലെങ്കിൽ ഇത് രണ്ടും കൂടെ ഉണ്ടെങ്കിൽ രണ്ടും, അല്ലെങ്കിൽ സംസാരത്തിന്റെ എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ എന്തുണ്ടെങ്കിലും പറയാൻ മറക്കണ്ട. അപ്പോൾ എന്താ, ഇത്രയൊക്കെ ഉള്ളെന്ന് വിചാരിക്കുന്നു. ഇനി വല്ല പറയാനുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇത്രയൊക്കെയാണ് ഞാൻ ഉദ്ദേശിച്ചത് ഒരു വീഡിയോ. അപ്പോൾ തുണിയെ പറ്റി പറഞ്ഞു, ഡിസൈനെ പറ്റി പറഞ്ഞു. ഇച്ചിരി നേരത്തെ വീഡിയോ തീർത്തുമെന്ന് എനിക്കൊരു സംശയമുണ്ട്. ഇനി എഡിറ്റ് ചെയ്യുമ്പോൾ അറിയാം എന്തെങ്കിലും മറന്നു പോയിട്ടുണ്ടോ ഇല്ലയോ എന്ന്. പിന്നെ ഇതിൻ്റെ എല്ലാം ആമസോണാണെന്ന് ഞാൻ പറഞ്ഞല്ലേ അല്ലേ. അപ്പോൾ ഞാൻ ഈ വാങ്ങിച്ചത് ആമസോണിൽ നിന്നാണ്. ഇതിന് മുമ്പത്തുള്ള വീഡിയോ കണ്ടവർക്ക് മനസ്സിലായി കാണും, ഇത് ആമസോണിൽ നിന്നാണ്. പിന്നെ ഇത് വന്നിട്ട്
ഇത് വന്നിട്ട് ആമസോണിൽ നിന്നാണ് 4 കിട്ടിയത്. ഇതിന്റെ കൂടെ 4 വന്നിട്ട് അത് ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് വന്നിട്ട് ഗൾഫിൽ നിന്നൊക്കെ പറയണമെന്നൊക്കെ ഉണ്ട്. പിന്നെ അങ്ങനെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് മീഷോ എന്നാണ്. അപ്പൊ ഇത് മീഷോ ആണ് കേട്ടോ. മീഷോ ആണോ ആമസോൺ ആണോ? മീഷോ എന്നൊക്കെ തള്ളിയിട്ട് വിചാരിക്കും വിലക്കുറവാണ്. ആമസോൺ തള്ളായിരുന്നു, അതിനിപ്പോ മീഷോ തന്നെ. അപ്പൊ പിന്നെ വന്നിട്ട് ഇത് നിങ്ങൾ കണ്ടില്ലേ? ഞാൻ ഇടക്കിടയ്ക്ക് പൊക്കി കാണിക്കുന്നുണ്ടാകണത്തില്ല, എനിക്കറിയാം. അപ്പൊ ഇത് വന്നിട്ട് നമ്മള് മനസ്സിലായി കാണുമെന്ന് അറിയുന്നത് ആനയുടെ പ്രിന്റ് ഉള്ളതാണ്. ആനയുടെ ഡിസൈൻ ഉള്ളതാണ്. ഓക്സിഡൈസ്ഡ് തന്നെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം ഓക്സിഡൈസ്ഡ് ജ്വല്ലേഴ്സ് ഇടാൻ. പക്ഷെ അങ്ങോട്ട് ചേരത്തില്ല, എനിക്കറിയാം. ഇത് വന്നിട്ട് നമ്മൾ ഇത് മീഷോ എന്നാണ് കേട്ടോ. ഇത് മീഷോ എന്നാണ് വാങ്ങിച്ചത്. അപ്പോൾ ഒരു ഇതെല്ലാം പറയാമെന്ന് വിചാരിക്കുന്നു. ചുണ്ടി ഇട്ടേക്കുന്നതൊക്കെ ഞാൻ തിന്ന്, എന്നാലും ഞാൻ പറയാം. ചുണ്ടി ഇട്ടിരിക്കുന്ന കളറ് സ്വിസ് ബ്യൂട്ടി റെഡ്, പിന്നെ ബോൺ എൻ്റെ ഒരു ഇച്ചിരി, പിന്നെ നമ്മളെ ലാക്മിയുടെ വൈറലായിട്ടൊരു സംഭവം ഉണ്ടായിരുന്നല്ല 25D, അങ്ങനെ എന്തോ സംഭവം. അതെല്ലാം ഞാൻ തിന്നു കഴിഞ്ഞ് ചുണ്ടി ഉണ്ടോയെന്ന് എനിക്കറിയില്ല. പിന്നെന്താ ഇത്രയൊക്കെ ഉള്ളൂ, വേറെ ഒന്നും ഞാൻ അണിഞ്ഞിട്ടില്ല. മിനിമം ജ്വല്ലേഴ്സ് ആണ് എനിക്കിഷ്ടം എന്ന് തെള്ളുന്നതിനെക്കാട്ടി ഞാൻ ഇച്ചിരി നിന്ന് ഒരുങ്ങിയാണ് വന്നേന്ന് തോന്നുന്നു. മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല കഴിച്ചു. എന്താണ്ടൊക്കെ വരുന്നതാണ് കണ്ടില്ലേ. ഇത് ഞാൻ മുമ്പായിട്ട് ലിസ്റ്റ് ചെയ്യാൻ കേട്ടോ. അപ്പൊ അത്രേ ഉള്ളൂ. സംസാരിച്ചു നിന്ന് ഒരുപാട് സമയം പോകും. നമ്മുടെ ബാക്കിയുള്ള ജോലീസ് ഒക്കെ തീർക്കാനുണ്ട്. എന്താ പിന്നെ അടുത്ത വീഡിയോ കാണുന്നവരെ ഈ വീഡിയോ കാണാം, എല്ലാ വീഡിയോയും കാണുക. ശബ്ദം ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ഡിസ്റ്റർബ് ഉണ്ടാകുന്നെങ്കിൽ താഴെ അവിടെ പുല്ല് വെട്ടുന്നുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. പുല്ല് ചെത്തുന്നുണ്ട്, അതിന്റെ ശബ്ദമാണ്. അപ്പൊ നല്ലപോലെ കേൾക്കുന്നുണ്ടോ, വിഷ്വൽ ക്ലാരിറ്റി ഉണ്ടോ, ഓഡിയോ ക്ലാരിറ്റി ഉണ്ടോ, പിന്നെ എല്ലാ ക്ലാരിറ്റിയും ഉണ്ടോ സംസാരത്തിൽ, അതെല്ലാം പറയാ, കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. വീഡിയോ കാണുന്നവരെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, സുഖമായിട്ടിരിക്കുക. ടാറ്റാ. എന്റെ കമ്മല് മാത്രമേ ടാറ്റ പറയുന്നുള്ളൂ. ടാറ്റാ.